ഹൈ ഓൾ. ഇപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൻ്റെ 2 മോഡ്യൂളോടെ നമ്മൾ തീർത്തിട്ടുണ്ട്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി തിയറി ആയതുകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് നിങ്ങളെല്ലാം ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് സ്വന്തം വേർഡ്സിൽ നന്നായി കത്തിയടിക്കാൻ പറ്റിയ പേപ്പറാണ്. കുറേ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒരു ഓവറോൾ സ്ട്രക്ചർ, അതായത് ഓവറോൾ കാര്യങ്ങൾ പോയിന്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ നമുക്ക് വരിച്ച് വാരി എഴുതാൻ പറ്റിയ ഒരു പേപ്പറാണ് എസ് സി എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ലിനക്സുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലിനക്സ് എന്ന് പറയുന്നത് കുറച്ചേ ഉണ്ടാവുള്ളൂ നമുക്ക് എഴുതാൻ. പക്ഷേ ഓരോന്നിൻ്റെയും പോയിൻറ്റിനാണ് ഇമ്പോർട്ടൻ്റ് ഉള്ളത്. അതിൻ്റെ കമാൻഡുകൾ, അതിൻ്റെ പോയിൻറ്റ്സിനാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ പഠിക്കുമ്പോൾ ആ 2 കാര്യങ്ങളും നോക്കാം. അപ്പോൾ നമ്മൾ ലിനക്സിൻ്റെ സെക്കൻഡ് മോഡ്യൂളിലോട്ട് പോകാം. അപ്പോൾ ലിനക്സിൽ ഞാൻ പറഞ്ഞു നമ്മൾ ലാബ് ഓറിയൻറ്റഡ് ആണ് ക്ലാസ്. ലാബ് ഓറിയൻറ്റഡ് ആണെങ്കിലും സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ ലാസ്റ്റിലെ ഒരു ലാബിൻ്റെ ഒരു ചെറിയൊരു പോർഷനിലേക്ക് എത്തുന്നുള്ളൂ. അല്ലാണ്ട് കംപ്ലീറ്റ്ലി തിയറി തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാമൊക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇപ്പോഴൊന്നുമില്ല. ഇപ്പോഴും തിയറി തന്നെയാണ്. ഈ സെക്കൻഡ് മോഡ്യൂളിൽ സ്റ്റാർട്ട് ചെയ്യുന്നതും കുറേ തിയറി കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്ക് ഒരു സിലബസിൻ്റെ ഓവർവ്യൂവിലേക്ക് പോകാം. സെക്കൻഡ് മോഡ്യൂൾ ഓഫ് ലിനക്സ് അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നതെന്നുള്ളത്. ഓക്കെ, മോഡ്യൂൾ 2 VI എഡിറ്റർ, ഡിഫറെൻറ്റ് മോഡ്സ്. VI എഡിറ്റർ, ഡിഫറെൻറ്റ് മോഡ്സ്, ഇൻപുട്ട് ഔട്ട്പുട്ട്, ഫിൽട്ടർ, പൈപ്പ്, ഫയൽ പെർമിഷൻ, യൂസർ ഗ്രൂപ്പ്, മൗണ്ടിങ്, HDD മൗണ്ടിങ് എന്നാണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന ടോപ്പിക്ക്. പിന്നെ ഇവിടെ നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ പഠിച്ച ബോൺ ഷെൽ സ്ക്രിപ്റ്റിൻ്റെ ഒരു ചെറിയൊരു എക്സിക്യൂഷൻ പറയുന്നുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മൾ പ്രോഗ്രാമിങ്ങിലേക്ക് കയറുന്നത്. നിങ്ങൾ കണ്ടോ, അതായത് മോഡ്യൂൾ 2-ൽ ഫസ്റ്റ് ലാസ്റ്റ് ടോപ്പിക്ക് ഒഴികെ ബാക്കിയെല്ലാം പിന്നെയും നമ്മൾ കുറച്ച് തിയറി കാര്യങ്ങളാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ലാസ്റ്റിലോട്ടാണ് നമുക്കൊരു പ്രോഗ്രാമിൻ്റെ എന്താ വേരിയബിൾ, പാരാമീറ്റർ, ഇഫ് എന്താ, ഫോർ, കേസ്, വൈൽ, ഇതൊക്കെ നമ്മൾ സാധാരണ CPP ജാവയിലൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ ലൂപ്പിൻ്റെയും ഒക്കെ ഒരു സിൻടാക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഷെൽ പ്രോഗ്രാമിങ്ങിൻ്റെ ഫൈനലിലോട്ട് അല്ലെങ്കിൽ ഷെൽ പ്രോഗ്രാമിങ്ങിലോട്ട് കയറുന്നത് ഈ മോഡ്യൂൾ 2-ൻ്റെ ഫൈനൽ പോർഷൻസാണ്. അതുവരെ നമുക്ക് പഠിക്കാനുള്ളത് തിയറിയാണ്. അപ്പം ഈ ഒരു വീക്ക് അല്ലെങ്കിൽ അടുത്തൊരു മൺഡേ ആകുമ്പോഴത്തേക്ക് തീർക്കേണ്ട പോർഷൻസേ ഉള്ളൂ. എല്ലാം കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പം ലിനക്സ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ സിലബസ് കണ്ടാൽ എല്ലാവരും വിചാരിക്കുമോ ഇതൊരു നമ്മളിതുവരെ എവിടെയും ഇപ്പം കേൾക്കാത്ത കുറേ ടോപ്പിക്സുകളാണ്, അപ്പം പഠിക്കാൻ ടഫായിരിക്കും എന്നൊക്കെ. പക്ഷേ ലിനക്സ് സാധാരണ എല്ലാവരും പാസ്സായി പോകുന്ന പേപ്പറാണ്. കാരണം പോയിൻ്റ് ഉണ്ടെങ്കിൽ മാർക്ക് ഉണ്ടാവും. അപ്പം SC വളരെ എളുപ്പമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാമെന്ന് വിചാരിച്ച് SC ഫെയിൽ ആവുന്ന ആൾക്കാരുണ്ട്. ലിനക്സ് ടഫായിട്ടും പാസ്സായി പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾ പഠിക്കുമ്പം എന്താണെങ്കിലും രണ്ടിനും ഒരേ ഇമ്പോർട്ടൻസ് തന്നെ കൊടുത്തിട്ട് പഠിക്കുക. ഒന്നാണെങ്കിൽ നമ്മൾ കുറേ എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ, ഇവിടെയാണെങ്കിൽ പോയിന്റിലാണ് കാര്യം. ഓക്കെ, അപ്പം ഈ മോഡ്യൂൾ 2-ലേക്ക് പോകുമ്പോൾ നമ്മൾ പഠിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് എന്താ ഒരു VI എഡിറ്റർ എന്നാണ്. അതായത് ഞാൻ പറഞ്ഞു ലിനക്സിൻ്റെ നമ്മൾ പ്രോഗ്രാം എഴുതുന്ന പ്ലാറ്റ്ഫോമിന് എന്തായിരുന്നു പറയുന്നത്, ഷെൽ അല്ലേ. ഷെല്ലിലാണ് നമ്മൾ പ്രോഗ്രാമൊക്കെ എഴുതുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഷെൽ പ്രോഗ്രാമിംഗ് ആണ് ലിനക്സ് എന്ന് പറയുന്നത്. അപ്പം ഒരു ലിനക്സിൻ്റെ പ്രോഗ്രാം എഴുതുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാം ഇപ്പോൾ C ആണെങ്കിൽ നമ്മൾ സാധാരണ പ്രോഗ്രാം ഇതിൽ ചെയ്യുക ടർബോ CPPയിൽ അല്ലെങ്കിൽ ഡേവ് C++, അങ്ങനത്തെ എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഷെൽ പ്രോഗ്രാം അല്ലെങ്കിൽ ലിനക്സ് പ്രോഗ്രാം നമ്മൾ എഴുതുന്ന എഡിറ്ററിനെ പറയുന്നതാണ് VI എഡിറ്റർ. ഇത് തന്നെയാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. VI എഡിറ്റർ എന്താ, അതിൽ വരുന്ന ഡിഫറെൻറ്റ് മോഡ്സ് എന്താ, പിന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് ഫയൽ പെർമിഷൻ, അങ്ങനെ പോകും. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ VI എഡിറ്റർ ആണ് നോക്കുന്നത്. അപ്പോൾ എന്താണ് VI എഡിറ്റർ എന്നുള്ളത് നോക്കാം. ഓക്കെ, ഞാനൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. വാട്ട് ഈസ് VI എഡിറ്റർ ആൻഡ് ഇറ്റ്സ് മോഡ്സ് ഓഫ് VI എഡിറ്റർ. VI എഡിറ്ററിൽ വരുന്ന മോഡ്സ് എന്തൊക്കെയാണ്, എന്താണ് ഒരു VI എഡിറ്റർ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പം നമ്മൾ നോട്ട്സ് നോക്കി തന്നെ ഞാൻ പറഞ്ഞുതരാം എന്താണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ VI എഡിറ്റർ VI സ്റ്റാൻഡ്സ് ഫോർ വിഷ്വലിൻ്റെ സ്മോളാണ് VI എന്ന് പറയുന്നത്.
VI stands for Visual Editor. It is the default text editor that comes with the most Linux operating systems. നമ്മൾ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് എഡിറ്ററാണ് VI എഡിറ്റർ ഓർ വിഷ്വൽ എഡിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സാധാരണ നിങ്ങൾ നോട്ട് പാഡൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. നോട്ട് പാഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് HTML നിങ്ങൾ വെബ് പഠിച്ചു തുടങ്ങിയില്ലേ, അതുപോലെ തന്നെ ജാവയും പഠിച്ചു തന്നിട്ടുണ്ടാവുമല്ലോ. മിസ്സുമാർ രണ്ടുപേരും പ്രോഗ്രാമൊക്കെ ചിലപ്പോൾ തന്നിട്ടുണ്ടാവും, ചിലപ്പോൾ നല്ല എന്തായാലും തന്നിട്ടുണ്ടാവും. അപ്പം HTML അതുപോലെ തന്നെ നമ്മൾ ജാവ എന്ന് പറയുന്ന നിങ്ങൾക്ക് ഈ സെമ്മിൽ പഠിക്കുന്ന രണ്ടും നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് ഏതിലാ നോട്ട് പാഡിലാണ്. നോട്ട് പാഡ് എന്ന് പറയുന്ന ഒരു യൂട്ടിലിറ്റി പ്രോഗ്രാമിൻ്റെ ഉള്ളിലാണ് നമ്മൾ HTML ജാവയൊക്കെ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പം ഇതിനെ നമ്മൾ എന്ത് പറയും? ഇറ്റ് ഈസ് കോൾഡ് ആസ് ടെക്സ്റ്റ് എഡിറ്റേഴ്സ്. എന്തുകൊണ്ടാണ് ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറയുന്നത്? ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ടെക്സ്റ്റ് ബേസിൽ, അതായത് കീബോർഡിലെ ടെക്സ്റ്റൽ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിനാണ് ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറയുന്നത്. അപ്പം നോട്ട് പാഡിലാണ് നമ്മൾ HTML ജാവയൊക്കെ ചെയ്യുന്നത്. അതുമാത്രമല്ല, നോട്ട് പാഡ് യൂസ് ചെയ്യാൻ കാരണം എന്താ, ഇതെന്ന് പറയുന്നത് വിൻഡോ ബേസ്ഡ് ആണ് അല്ലേ. വിൻഡോ ബേസ്ഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഏത് HTML ജാവയൊക്കെ. HTML വിൻഡോസ് മാത്രമല്ല ലിനക്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നോട്ട് പാഡിലൊക്കെയാണ് നമ്മൾ ജാവ HTML പോലുള്ള പ്രോഗ്രാമിംഗ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ VI എന്ന് പറയുന്നത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് എഡിറ്ററാണ് വിഷ്വൽ എഡിറ്റർ ഓർ VI എഡിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, VI editor. The features of VI editors include it available on almost all operating systems, a smart range of shortcuts and comprise of short keystrokes. You can use VI as an excellent HTML editor. VI commands are so rich that you hardly need to take your hands off the keyboard. VI editor creates small size files, making it light on your storage. It's free. ഓക്കെ, അപ്പം ഒരു VI എഡിറ്റേഴ്സിൻ്റെ ഫീച്ചേഴ്സാണ് പറയുന്നത്. നമ്മൾ VI എഡിറ്റർ എന്ന് പറയുന്നത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് എഡിറ്ററാണ്. പ്രോഗ്രാമൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് VI എഡിറ്റർ വെച്ചിട്ടാണ്. നമ്മൾ ഷെൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലാബിൽ അത് കാണാം. അപ്പോൾ VI എഡിറ്ററിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നത്, ഒന്നാമത്തെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം, ഇറ്റ് ഈസ് ഫ്രീ. എന്തുകൊണ്ടാണ്? ലിനക്സ് എന്ന് പറയുന്നൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അല്ലേ. ഓപ്പൺ സോഴ്സ് എന്ന് വെച്ചാൽ എന്താ, ഇറ്റ്സ് ഫ്രീ. ലൈക്ക് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള VI എഡിറ്ററും എന്തായിരിക്കും ഇപ്പം ഫ്രീ ആണ്, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. വി ഡോണ്ട് ഹാവ് ടു പേ എനി മണി ഫോർ VI editors. ഓക്കെ, ആൻഡ് VI ഈസ് അവൈലബിൾ ഇൻ ഓൾമോസ്റ്റ് ഓൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. അതായത് നമ്മൾ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് നമ്മൾ VI എഡിറ്റർ യൂസ് ചെയ്യുന്നതെങ്കിലും ലിനക്സിൽ മാത്രമല്ല, വിൻഡോസോ അല്ല മാക്കിൻടോഷോ അല്ല ലിനക്സിൻ്റെ വേറെ കുറേ എന്തുണ്ട് വേർഷൻസ് ഇല്ലേ, ഉബുണ്ടു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കുറേ ഫസ്റ്റ് മോഡ്യൂളിൽ പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ടൈപ്സ്, ഇതിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ പറ്റും, ഈ ഒരു ടെക്സ്റ്റ് എഡിറ്റർ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഷോർട്ട് കട്ട് കീസ് ഉണ്ട്. ഷോർട്ട് കട്ട് കീ എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ സേവ് ചെയ്യുകയാണെങ്കിൽ Ctrl+, അല്ലെങ്കിൽ Ctrl+C ഫോർ കോപ്പി പേസ്റ്റ്, അങ്ങനെ കുറേ നമ്മൾ ഷോർട്ട് കട്ട് കീസ് വിൻഡോസിൽ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ കുറേ ഷോർട്ട് കട്ട് കീസ് വെച്ചിട്ട് നമുക്ക് കുറേ കമാൻഡുകളൊക്കെ നമുക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റും, വിഷ്വൽ എഡിറ്റർ ഓർ VI എഡിറ്ററിൽ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു HTML എന്ന് പറയുന്നത് നമ്മൾ നോട്ട് പാഡിലാണ് ടൈപ്പ് ചെയ്യാന്ന് പറഞ്ഞില്ലേ. അപ്പം HTML നമുക്ക് ലിനക്സിൻ്റെ VI എഡിറ്ററിൽ നമുക്ക് ടൈപ്പ് ചെയ്യാതെ പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെന്ന് പറയുന്നത് നമുക്ക് നമ്മൾ വേറെ ഒരു ജാവ പോലുള്ള പ്രോഗ്രാമോ അല്ല വേറൊരു പ്രോഗ്രാമോ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നമ്മൾ ലാബിൽ ജാവ ആൻഡ് ഷെൽ പ്രോഗ്രാമിംഗ് എന്നാണ് നിങ്ങളുടെ ഒരു ലാബ് സൈക്കിൾ തന്നെ വരുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ജാവ എന്ന് പറയുന്ന ഒരു ജാവയിലെ ഓരോ പ്രോഗ്രാംസും നല്ല കുറച്ച് വലിയ ലെങ്തി ആയിരിക്കും. പക്ഷേ ലിനക്സിൻ്റെ ഷെൽ സ്ക്രിപ്റ്റ്സ് അല്ലെ ഷെല്ലിൻ്റെ പ്രോഗ്രാംസൊക്കെ VI എഡിറ്ററിൽ നമ്മൾ വളരെ ചെറിയ ഫയൽസ് ആയിട്ടാണ് നമ്മൾ ഓരോ പ്രോഗ്രാമും ചെയ്യുന്നത്. അപ്പോൾ ഫയൽസ് ആയിട്ടാണ് എല്ലാം, ഷെല്ലിലുള്ള എല്ലാം നമ്മൾ ഫയൽസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഇതിൽ ഓരോന്നും നമ്മൾ സിമ്പിൾ ഫയൽ സ്ട്രക്ചറായിട്ട് അല്ലെ ഫയൽ പ്രോഗ്രാമിംഗ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു VI അല്ലെ ഒരു വിഷ്വൽ എഡിറ്റർ. വിഷ്വൽ എഡിറ്റർ ഈസ് യൂസ്ഡ് ഫോർ
creating shell program in Linux operating system, and it's one of the default text editor in Linux operating system. The main features are it is almost there in many operating systems, and there are wide range of shortcut keys are there. It's excellent for HTML editor. It is free, and you can create small size programs or small size files using this VI editor. ഇനി നമ്മളൊരു ഫയൽ ഒരു VI എഡിറ്റർ എന്ന് പറഞ്ഞു. VI എഡിറ്റർ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഞാൻ ഫസ്റ്റ് മോഡ്യൂളിൽ പറഞ്ഞ കാര്യം നിങ്ങൾ തന്നെ ഷെൽ പ്രോഗ്രാം അല്ലെ ലിനക്സ് എന്ന് പറയുകയാണെങ്കിലും ഷെൽ പ്രോഗ്രാം എന്ന് പറയുന്നതൊക്കെ സിമിലറാണ്. അതായത് ലിനക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ഷെൽ സ്ക്രിപ്റ്റിംഗ് അല്ലെ ഷെൽ പ്രോഗ്രാം എന്ന് പറയുന്നത്. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലിനക്സ് ആണ്. നിങ്ങളിപ്പോൾ തിയറിയിലൊക്കെ ലിനക്സ് എന്ന് പഠിച്ചു പോയിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് നമ്മുടെ കോളേജിൽ പോയിട്ട് നിങ്ങൾ ലാബിൽ തുറക്കുന്നത് ഉബുണ്ടു ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് ലിനക്സ് ആണല്ലോ പഠിച്ചപ്പോൾ എന്താ ഉബുണ്ടു. ലിനക്സിൽ കുറേ ഒരു വെറൈറ്റീസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അതിലൊന്നാണ് ഉബുണ്ടു എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ പ്രോഗ്രാം എന്നാണ്. നിങ്ങളിപ്പോൾ HTML പ്രോഗ്രാം അല്ലെങ്കിൽ ജാവ പ്രോഗ്രാം അല്ലെങ്കിൽ C പ്രോഗ്രാം എന്നാണ് നിങ്ങൾ ഇത്രയും കേട്ടിട്ടുണ്ടാവുക. പക്ഷേ ഇവിടെ നമ്മൾ ലിനക്സിലെല്ലാം നമ്മൾ ഷെല്ലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോന്നും ഫയലാണെന്ന് ഞാൻ പറഞ്ഞു. ഫയലാണ്. അപ്പോൾ എല്ലാം നമ്മൾ ഫയലിൻ്റെ രൂപത്തിലാണ് നമ്മൾ പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫയൽ എന്ന് പറയുന്നൊരു ടേം ഷെല്ലും ഉബുണ്ടുവും ലിനക്സും ഒക്കെ നിങ്ങൾക്ക് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം ഒരു VIയിൽ നമ്മളൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതും ഒരു ഫയലിൻ്റെ ഉള്ളിലാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു എഡിറ്ററിൽ VI എഡിറ്ററിൽ നമ്മളൊരു ഫയലിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. അടുത്ത creating a file with VI or Visual Editor. The command used for creating a file with VI is VI space file name. For example, നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം, ഒരു ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഫയലിൻ്റെ പേരാണ് ബുക്ക് എന്ന് പറയുന്നൊരു ഫയൽ. അതിന് നമ്മൾ എങ്ങനെ എഴുതും? രണ്ട് സ്മോൾ ആണ്, VI സ്പേസ് നമ്മുടെ ഫയൽ നെയിം എന്ന് പറയുന്നത് ബുക്കാണെങ്കിൽ അത് ഞാൻ പറഞ്ഞു ടെക്സ്റ്റ് ഫയലാണ്. അപ്പോൾ എന്ത് വേണം? അതിൻ്റെ എക്സ്റ്റൻഷൻ book.txt. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു ഫയലിനെ നമ്മൾ ജസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു VI എഡിറ്റർ ഉണ്ട്. നമുക്ക് ആ VI എഡിറ്ററിൽ നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു കമാൻഡ് ഇവിടെ കൊടുത്താൽ മതി, VI എഡിറ്ററിൻ്റെ ഉള്ളിൽ കൊടുത്താൽ മതി. ഓക്കെ, ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ നോട്ട് പാഡൊക്കെ കാണുന്ന പോലെ തന്നെയാണ് VI എഡിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ലാബ് ചെയ്യുമ്പോൾ നോക്കാം. ഇനി ഇപ്പം ഇത് ജസ്റ്റ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഈ ഫയലിൻ്റെ സ്റ്റോറേജ്, ഇപ്പം ഞാനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫയൽ എവിടെയായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്? നമ്മൾ ഈ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്ന മുന്നേ അതിൻ്റെ ഫോൾഡർ അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടറി പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അത് എവിടെയായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്? നിങ്ങളിപ്പോൾ ഒരു വിൻഡോസിലാണോ ചെയ്യുന്നതെങ്കിൽ എവിടെയായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്? നിങ്ങൾ C പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ സാധാരണ പ്രോഗ്രാമൊക്കെ എവിടെയായിരിക്കും സ്റ്റോർ ആവുക? സീൻ്റെ ടർബോ CPP അല്ല, ടർബോ സീൻ്റെ ഉള്ളിൽ ഏതോ ബൈനറിയോ ബിന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു ഫയലായിരിക്കും ഡിഫാൾട്ടായിട്ട് പോയി സ്റ്റോർ ചെയ്യുന്നത്. നിങ്ങൾ ഫോൾഡർ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, ആ ഫോൾഡറിൽ പോയിട്ട് പ്രോഗ്രാം സേവ് ആവുള്ളൂ. അപ്പോൾ ഇവിടെയും നമ്മൾ VI എഡിറ്ററിൽ നമ്മൾ ജസ്റ്റ് ഒരു ഫയൽ നെയിം ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നതെങ്കിൽ VI എഡിറ്ററിൻ്റെ ഫോൾഡറിൻ്റെ ഉള്ളിലാണ് പോയി സേവ് ചെയ്യുക. എന്നാൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ലൊക്കേഷനിലാണ് നമുക്ക് നമ്മുടെ ഫയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് VI/path കൊടുക്കാൻ വേണ്ടി. path 2 എന്ന് പറയുന്നൊരു കീവേഡ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. 2 എന്ന് പറയുന്ന ആ ഒരു ഫയലിലെ ആ ഒരു ഫോൾഡറാണ് 2 എന്ന് പറയുന്നത്. VI/path2 ഫയൽ നെയിം ഏതോ ഒരു ഫോൾഡറിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രോഗ്രാം സേവ് ആവുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ അവിടെ ഇപ്പം എനിക്ക് എൻ്റെ പേരിലൊരു ഫോൾഡർ ഉണ്ട്, VI സ്പേസ് സീൻ്റെ ഉള്ളിലാണ് വിചാരിച്ചു, C:SH എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ടെങ്കിൽ C:SH എന്ന് പറയുന്നതാണ് ഇതിൻ്റെ പാത്ത്. സ്പേസ് 2 എന്ന് പറയുന്നത് നമ്മളൊരു കീവേഡായിട്ട് കൊടുക്കുന്നു. പിന്നെ ഒരു സ്ലാഷ് ഇട്ടിട്ട് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത book.txt എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ സേവ് ചെയ്യാം ഒരു ഫയലിൻ്റെ പാത്തിൻ്റെ ഉള്ളിൽ.
ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ. ഓക്കെ, അപ്പം ഒരു വി എഡിറ്റർ എന്താ, വി എഡിറ്ററിൻ്റെ ക്രിയേഷനും പറഞ്ഞു. ഇനി വി എഡിറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്ന 3 ടൈപ്പ് ഓഫ് മോഡ്സ് ഉണ്ട്. നിങ്ങൾ ഇൻസേർട്ട് മോഡ് അല്ല ഡിലീറ്റ് മോഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ല. അതായത് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഒരു ഫയലിൽ നമ്മൾ ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻസിനാണ് നമ്മൾ മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വി എഡിറ്ററിൻ്റെ കേസിൽ ദർ ആർ 3 ബേസിക് മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് ആർ ദർ. പിന്നെ വി എഡിറ്റർ എന്ന് പറയുന്നത് സാധാരണ എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. മോഡ്സ് ഓഫ് ഓപ്പറേഷനും ചോദിക്കാറുണ്ട്, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ വി എഡിറ്ററിൽ യൂസ് ചെയ്യുന്ന 3 ടൈപ്സ് ഓഫ് മോഡ്സ് ആണ്. ഒന്ന് കമാൻഡ് മോഡ്, 2 ഇൻസേർട്ട് മോഡ് ആൻഡ് മൂന്നാമത്തത് ലാസ്റ്റ് ലൈൻ മോഡ്. കമാൻഡ് മോഡ്, ഇൻസേർട്ട് മോഡ്, ലാസ്റ്റ് ലൈൻ മോഡ്. ഈ പേര് തന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരിക്കും ഒരു കമാൻഡ് മോഡ് എന്ന് പറയുന്നത്. കമാൻഡ് അതായത് ഒരു ഫയലിൽ നമുക്ക് സെർട്ടൈൻ കമാൻഡ്സ് കൊടുത്തിട്ട് സെർട്ടൈൻ ഓപ്പറേഷൻസ് നമുക്ക് പെർഫോം ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് കമാൻഡ് മോഡ് എന്ന് പറയുന്നത്. ഇൻസേർട്ട് മോഡ് എന്ന് പറയുന്നതോ ആ ഫയലിലേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഡാറ്റയെ നമുക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് ഇൻസേർട്ട് മോഡ്. ലാസ്റ്റ് ലൈൻ മോഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു ഫയലിൽ ഇപ്പോൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കുറേ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് കൊടുക്കണം. അതായത് ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് ചെയ്യും. അതിൽ വരുന്നതാണ് 3 കമാൻഡും ഇൻസേർട്ടും ലാസ്റ്റ് ലൈനും. ഇപ്പോൾ കമാൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ഫയൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ VI സ്പേസ് ഫയലിൽ നിന്നിട്ട് അതിലേക്ക് നമുക്ക് എന്തെങ്കിലും ഫയലിലേക്ക് എന്തെങ്കിലും ഐറ്റംസ് നമുക്ക് കോപ്പി ചെയ്യണം, അല്ല ആ ഫയലിൽ മൂവ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ഫയലിലേക്ക് എന്തെങ്കിലും നമുക്ക് ഒരു ഐറ്റം പേസ്റ്റ് ചെയ്യണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് മോഡിലാണ്. അപ്പോൾ അതാണ് കമാൻഡ് മോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഫയൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ഏത് മോഡിലേക്കായിരിക്കും ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ആവുന്നത്, കമാൻഡ് മോഡിലേക്കായിരിക്കും. കാരണം എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കമാൻഡ് ഓഫ് ഓപ്പറേഷൻ ചെയ്താലേ നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്താൽ ഫസ്റ്റ് പോകുന്ന മോഡാണ് കമാൻഡ് മോഡ്. മേ ബി 1 വേർഡിലൊക്കെ ചോദിക്കാം, വെൻ എ ഫയൽ ഈസ് ക്രിയേറ്റഡ് ഇറ്റ് സ്വിച്ചസ് ടു വിച്ച് മോഡോ അല്ല ഡാഷ് ടൈപ്പ് ഓഫ് മോഡ് അങ്ങനെയൊക്കെ ചോദിക്കാം. അത് നമ്മൾ കമാൻഡ് മോഡ് എന്ന് പറയും. അപ്പോൾ ഒരു കമാൻഡ് മോഡിൽ എത്തിയ ഫയലിനെ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇൻസേർട്ട് മോഡിലേക്കോ ലാസ്റ്റ് ലൈൻ മോഡിലേക്കോ പോവാം. അപ്പോൾ ഇൻസേർട്ട് മോഡ് എന്ന് പറയുന്നത് ആ ഫയലിലേക്ക് നമുക്ക് എന്തെങ്കിലും ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ആ മോഡിനാണ് നമ്മൾ ഇൻസേർട്ട് മോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇൻസേർഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താ, ആ ഫയൽ ഒന്നുമില്ല ക്ലോസ് ചെയ്യുക, അല്ലേ, ക്ലോസ് ചെയ്യുക. ആ ക്ലോസിങ് പർപ്പസിനാണ് നമ്മൾ ലാസ്റ്റ് ലൈൻ മോഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഡാറ്റ ഒന്ന് വായിച്ചു നോക്കാം. കമാൻഡ് മോഡ് ഫസ്റ്റ് വൺ, when VI startup it is in command mode. നേരത്തെ പറഞ്ഞു VI സ്റ്റാർട്ട് ചെയ്താൽ തന്നെ ഫസ്റ്റ് ഉണ്ടാവുന്നത് കമാൻഡ് മോഡിലാണ്. ദിസ് മോഡ് ഈസ് where VIs interpret any characters we type as command and thus does not display them in the window. This mode allows us to move through a file and to delete, copy or paste a piece of text. To enter into command mode from any other mode it requires pressing the escape key, ESC key. അതായത് നമ്മൾ ഫസ്റ്റ്ലി നമ്മളൊരു പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് എഡിറ്ററായ VI എഡിറ്റർ. ഓക്കെ, ഇതാണ് നമ്മുടെ VI എന്ന് വിചാരിക്കാം. VI ഓപ്പൺ ചെയ്താൽ ഫസ്റ്റായിട്ട് നമ്മൾ ഏത് മോഡിലായിരിക്കും ഉണ്ടാവുക, ഇനീഷ്യലി അത് കമാൻഡ് മോഡിലായിരിക്കും ഉണ്ടാവുക. ഈ കമാൻഡ് മോഡിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കമാൻഡ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ നേരത്തെ VI സ്പേസ് നമ്മുടെ ഫയൽ നെയിം .txt എന്ന് പറയുമ്പോൾ എന്തായി, ഒരു ഫയൽ അവിടെ ക്രിയേറ്റ് ആയി. അപ്പം VI എന്ന് പറയുന്ന ഒരു കമാൻഡ് കൊടുത്തു, ഫയൽ നെയിം സ്പേസ് txt എന്ന് കൊടുക്കുമ്പോൾ ഒരു ഫയൽ അവിടെ എന്തായി ക്രിയേറ്റ് ആവുകയല്ലേ ചെയ്തത്, ക്രിയേറ്റ് എ ഫയൽ, ഒരു ഫയൽ ക്രിയേറ്റ് ആവുകയാണ് ചെയ്തത്. ഈ ഒരു കമാൻഡ് മോഡിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ ചെയ്തത്. ഇനി നമുക്ക് ഈ കമാൻഡ് മോഡിൽ നിന്ന് ഇപ്പോൾ അടുത്ത ഇൻസേർട്ട് മോഡിലേക്ക് പോയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇൻസേർട്ട് മോഡിൽ നിന്ന് പോയിട്ട് പിന്നെയും നമുക്ക് തിരിച്ച് കമാൻഡ് മോഡിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, ഈ ഒരു എസ്കേപ്പ് കീ നമ്മുടെ കീബോർഡിൽ ഉണ്ടാവില്ലേ, കീബോർഡിൽ എസ്കേപ്പ് കീ അടിച്ചാലാണ് നമുക്ക് തിരിച്ച് കമാൻഡ് മോഡിലേക്ക് പോകുള്ളൂ. അപ്പോൾ കമാൻഡ് മോഡിൽ ഇത്രയേ ഉള്ളൂ. കമാൻഡ് മോഡ് എന്ന് പറയുന്നത് ഒരു VI എഡിറ്റർ ഓപ്പൺ ചെയ്താൽ ഫസ്റ്റ് വരുന്ന മോഡാണ് കമാൻഡ് മോഡ്. ആ കമാൻഡ് മോഡിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം, കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യാം. അപ്പോൾ VI കമാൻഡ് മോഡിലുള്ളതിന് നമ്മൾ അടുത്ത വേറെ ഏതെങ്കിലും മോഡിലേക്ക് പോയി, വേറെ 2 മോഡ്സ് ഏതൊക്കെ, ഇൻസേർട്ട് മോഡും ലാസ്റ്റ് ലൈൻ മോഡും. അപ്പോൾ ആ മോഡിൽ നിന്ന് പിന്നെ തിരിച്ച് സ്വിച്ച് ബാക്ക് ടു കമാൻഡ് മോഡിലേക്ക് പോകണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കീ ആണ് കീബോർഡിലെ എസ്കേപ്പ് കീ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഒരു കമാൻഡ് മോഡ്.
ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഇനി അടുത്തതാണ് ഇൻസേർട്ട് മോഡ്. ദ സെക്കൻഡ് വൺ ഈസ് ഇൻസേർട്ട് മോഡ്. ഇൻസേർട്ട് മോഡിൻ്റെ പേരിൽ തന്നെ ഇഫ് യു വാണ്ട് ടു ഇൻസേർട്ട് സം ടെക്സ്റ്റ് ടു ദ ഫയൽ വി ആർ യൂസിങ് ദ ഇൻസേർട്ട് മോഡ്. അപ്പോൾ ഇൻസേർട്ട് മോഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിളാണ് ഐ. ഇൻസേർട്ട് ഐ. Everything that's typed in this mode is an interpreted as an input, and finally it is put in the file. The VI always started in command mode. To enter text you must be in insert mode. To come in insert mode you simply type I. To get out to the insert mode press the escape key which will put you back to command mode. അതായത് നമ്മൾ ഫസ്റ്റ് കമാൻഡ് മോഡിലായിരുന്നു ഉള്ളത്, എന്നിട്ട് നമുക്ക് ഇനി അടുത്ത ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു എവിടെ കിടന്നുകൊണ്ട് കമാൻഡ് മോഡിൽ നിന്ന്. ആ കമാൻഡ് മോഡിൽ നമുക്ക് ഇൻസേർട്ട് മോഡിലേക്ക് പോകണമെങ്കിൽ ഏത് സിമ്പിൾ, നമ്മൾ ഐ എന്ന് പറയുന്ന ഒരു സിമ്പിൾ അടിച്ചിട്ട് എൻ്റർ അടിച്ചാൽ ഇൻസേർട്ട് മോഡിലേക്ക് ആവും. ആ ഇൻസേർട്ട് മോഡിലേക്ക് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ഡാറ്റാസൊക്കെ നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കാം. ആ ഫയലിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത book.txt എന്തെങ്കിലും ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇൻസേർട്ട് മോഡിൽ നിന്നിട്ട് നമുക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്തിട്ട് പിന്നെയും നമുക്ക് തിരിച്ച് ഇവിടെ കമാൻഡ് മോഡിലേക്ക് പോകണമെങ്കിൽ എന്തടിക്കണം, എസ്കേപ്പ് അടിക്കണം. ഇത്രയാണ് പറഞ്ഞത്. ഇനി മൂന്നാമത്താണ് ലാസ്റ്റ് ലൈൻ മോഡ്, അല്ലെങ്കിൽ ലാസ്റ്റ് ലൈൻ മോഡിന് പറയുന്ന വേറെ പേരാണ് എസ്കേപ്പ് മോഡ് എന്ന് കൂടി പറയും. അതിൻ്റെ സിമ്പിളാണ്. ഈ അറേൻ്റെ ഉള്ളിൽ അറേ സബ്സ്ക്രിപ്റ്റ് നൊട്ടേഷനില്ലേ, അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു കോളൻ ഇടുന്നത്. ലാസ്റ്റ് ലൈൻ, ഇവിടെ ലാസ്റ്റ് എന്നുണ്ട്, ലാസ്റ്റ് ലൈൻ മോഡ് ഈസ് ഇൻവോക്ഡ് ബൈ ടൈപ്പിംഗ് ദ കോളൻ വൈൽ VI ഈസ് ഇൻ കമാൻഡ് മോഡ്. The cursor will jump to the last line of the screen and VI will wait for a command. This mode enables you to perform tasks such as saving file, executing commands. അപ്പം നമ്മൾ ഇൻസേർട്ട് മോഡിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഫസ്റ്റത്തെ കമാൻഡ് മോഡിലോ നമുക്ക് എന്തെങ്കിലും ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓപ്പ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് വെച്ച ഐറ്റത്തിനെ നമുക്ക് എന്ത് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം, പ്രോഗ്രാമിനെ റൺ ചെയ്യണം. നമുക്ക് റൺ ചെയ്യണം, അതുപോലെ തന്നെ പ്രോഗ്രാമിനെ സേവ് ചെയ്യണം. ഈ രണ്ട് പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മോഡാണ് ലാസ്റ്റ് ലൈൻ മോഡ് ഓർ എസ്കേപ്പ് മോഡ് എന്ന് പറയുന്നത്. അതിലേക്ക് നമ്മൾ കമാൻഡ് മോഡിൽ നിന്ന് എസ്കേപ്പ് മോഡിലേക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ കോളൻ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്താൽ മാത്രമേ ആ ഒരു മോഡിലേക്ക് പോകുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ VI എഡിറ്റർ വളരെ സിമ്പിളാണ്. VI എന്ന് പറയുന്നത് വിഷ്വൽ എഡിറ്റർ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. VI എഡിറ്റർ ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ഫയൽസ്. And mainly there are 3 commands are there: insert mode, command mode and the last line mode. The command mode is the initial mode, and the second one is the insert mode. Command mode നമ്മൾ യൂസ് ചെയ്യുന്നത് ഫയൽസിനെ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കോപ്പി ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഈ ഫയലിലേക്ക് നമുക്ക് എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഐ എന്ന് പറയുന്നത് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്താൽ നമുക്ക് ഫയലിലേക്ക് നമുക്ക് ഐറ്റംസ് ഡാറ്റാസ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. തിരിച്ച് നമുക്ക് സ്വിച്ച് ചെയ്തിട്ട് കമാൻഡ് മോഡിലേക്ക് പോകണമെങ്കിൽ എസ്കേപ്പ് കീ അടിക്കണം. ഈ ഇപ്പോൾ ഫയലിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ഡാറ്റാസിനൊക്കെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് മോഡിലേക്ക് വരണം, ലാസ്റ്റ് ലൈൻ മോഡിലേക്ക് വരണം. ആ ലാസ്റ്റ് ലൈൻ മോഡിൻ്റെ കമാൻഡാണ് കോളൻ എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ലൈൻ മോഡിൽ നിന്ന് പിന്നെയും തിരിച്ച് നമ്മൾ പിന്നെയും കമാൻഡ് മോഡിലേക്ക് പോകണമെങ്കിലും എസ്കേപ്പ് കീ തന്നെ കൊടുക്കണം. ഇത്രയും കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.